ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു കാര്യം ആഴ്ചയിൽ 1-2 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം മാറ്റം നമ്മുടെ മുടിയിലുണ്ടാകും. മുടി കൊഴിച്ചിലാകട്ടെ മുടി തഴച്ചു വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒറ്റമൂലിയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗീതൂസ് ഹെയർ കെയർ ടിപ്സ് ഫോർ യു A to Z സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം വരുന്ന ബെല്ലൈക്കണം അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ 7 വർഷമായിട്ട് മുടി കൊഴിച്ചിൽ 7 ദിവസം കൊണ്ട് മാറാനായിട്ട് ഒരു ഓയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് അയക്കുക. ഓയിൽ മാത്രമല്ല, സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഹെയർ ഗ്രോത്ത് പാക്ക്, അങ്ങനെ 11 പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ അറിയാൻ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഏത് പ്രായക്കാർക്കും മുടി വളരെ എളുപ്പത്തിൽ വലുതാവാനായിട്ട്, നീളം വെക്കാനായാലും മുടി കൊഴിഞ്ഞു പോയിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായാലും ഉള്ള ഒരു ഒറ്റമൂലിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ കുറേ നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇതിന് കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എപ്പോൾ കിട്ടിയാലും നിങ്ങൾക്കൊരു കവറിലിട്ടിട്ട് എയർ ടൈറ്റ് ചെയ്ത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കാര്യം ഒരു വട്ടേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഞാനിപ്പോൾ എനിക്കും സന്ധ്യേനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. 10 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. നാടൻ ചെമ്പരത്തി തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ തണ്ട് മുരിങ്ങയില നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കറ്റാർവാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ അടിവശത്തുള്ള പശ കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വലിയൊരു നാടൻ തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ പാക്കിനായിട്ട് വേണ്ടത് കേട്ടോ. എല്ലാം കഴുകിയതിന് ശേഷം എടുക്കുക. കാരണം കറിവേപ്പിലയുടെ അടിയിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് വെള്ളീച്ച പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നന്നായി നോക്കിയതിന് ശേഷം വേണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്ത് പാക്ക് തയ്യാറാക്കാനായിട്ട് കേട്ടോ. അതുപോലെ കറ്റാർവാഴയുടെ അടിയിലുള്ള പശഭാഗം കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ എല്ലാവർക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് ആരും മറക്കരുത്. ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ റഫ് ഹെയർ ഒക്കെ ഇല്ലേ, റഫ് ഹെയർ, ഡ്രൈ ഹെയർ, അതൊക്കെ പെട്ടെന്ന് തന്നെ നല്ല സിൽക്കി ഹെയർ ആകും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ പിടിച്ച് കെട്ടി പോലെ, അതായത് സ്വിച്ച് ഇട്ട പോലെ നിൽക്കുന്നു പറയില്ലേ, അങ്ങനെയൊക്കെ നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. മുടി അത്ര കണ്ട് ഡാമേജ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡാമേജ് ഒക്കെ മാറ്റി നന്നായിട്ട് വളർത്താൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് 2 രീതിയിലുള്ള പാക്കാണ്. ഇങ്ങനെ അരിച്ചെടുത്ത് ഉപയോഗിക്കേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, എന്നെ പോലെ ഹെയർ സ്മൂത്തനിങ് ചെയ്തവരാണ് കേട്ടോ. ഹെയർ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതുപോലെയുള്ള പാക്കും കാര്യങ്ങളും ഒന്നും നമ്മളുടെ ഹെയറിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ അരിച്ചതിന് ശേഷം കിട്ടുന്ന ആ ഒരു നീര് മാത്രമായിട്ട് നമ്മൾ സ്കാൾപ്പിലും ഹെയറിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയിലുണ്ടാകുന്ന ഡാമേജ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ശേഷം ഉണ്ടാകുന്ന ഡാമേജ് മാറ്റാനായിട്ടും മുടി കൊഴിച്ചിലൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ടും മുടി കൊഴിയുന്നവർക്ക് കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അരിച്ച് ആ ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മളുടെ തലയോടിലും മുടിയിലും പുരട്ടി കൊടുക്കാം. ബാക്കി വന്നിരിക്കുന്ന ആ ഒരു പേസ്റ്റില്ലേ, ആ പേസ്റ്റിലും നമ്മളുടെ പാക്കിൻ്റെ അതേ ഫലം തന്നെയാണ് കിട്ടുന്നത്. അത് ഞാൻ സന്ധ്യേൻ്റെ തലയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ആണുങ്ങൾക്കാവുമ്പോൾ ആണുങ്ങൾക്ക് എന്നല്ല, ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാത്ത പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പാക്ക് കഴുകി കളയാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബക്കറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അംശം പോലും ഇല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള പാക്കുകൾ കഴുകി കളയാനായിട്ട് പറ്റുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഒത്തിരി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ലിക്വിഡില്ലേ, അതിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ, നിങ്ങളുടെ ഡ്രൈനെസ് അനുസരിച്ച്, നന്നായിട്ട് ഡ്രൈ ഹെയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും, ചെറിയ രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണും ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഡ്രൈനെസ് ഉണ്ടാവത്തില്ലേ. ഇനി ആണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പേസ്റ്റ് എടുത്തിട്ട് നന്നായി ഹെയറിൽ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നന്നായിട്ട് സ്കാൾപ്പൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. വീര്യം കൂടി ഷാമ്പു ഉപയോഗിക്കരുത്. ബേബി ഷാമ്പു മറ്റും ഉപയോഗിച്ചിട്ട് കഴുകാവുന്നതാണ് കേട്ടോ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുഞ്ഞു മക്കൾക്കായാലും ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.